അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ്റെ ടൈമിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ 5 കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ, ഇറച്ചിയട എന്നെല്ലാം പറയും. അതിനായിട്ട് ഇതാ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പം ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് വെള്ളമൊന്ന്, ഞാനിപ്പം പച്ചവെള്ളമൊന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂണും ഓയിൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, എന്നാലും ഇറച്ചിയുടെ എങ്ങനെയാണ് ഉണ്ടാക്കലെന്നും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും എന്നോട് കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ചെറുതായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. നല്ലോണം നേരിയ രീതിയിൽ കട്ടാക്കി എടുക്കുക. ഈ ഉള്ളിയിൽ നല്ലോണം വഴഞ്ഞ് വരണ്ട കേട്ടോ. കുറച്ചൊന്ന് കുക്കായിട്ട് വരുമ്പം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ആക്കണ്ട, ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു 5 or 6 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തത്. അതിനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഉള്ളി നല്ലോണം പേസ്റ്റായിട്ട് വരണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ക്രഷാക്കിയെടുത്ത മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഗരം മസാല പൗഡറും ഉപ്പും കുറച്ച് സോയ സോസും ചേർത്തിട്ട് ഫ്രൈ ആക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലും കറിവേപ്പിലയും 1 മുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയടൻ്റെ ഫില്ലിങ് റെഡിയാവും. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. പിന്നെ ഇല്ലേ, ചിക്കന് വേവിച്ചിട്ട് ഇടുന്നതിലും ചിക്കന് ഫ്രൈ ആക്കിയിട്ട് ഇടുമ്പോൾ എന്നിട്ട് ടേസ്റ്റ് മുളക് പൊടി ചേർക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബീഫിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു മാവില്ലേ, അത് പരത്തിയെടുക്കലാണ്. ഞാനിപ്പം ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ നേരിയതായിട്ട് ചപ്പാത്തിയിലും നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ എല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും അടുപ്പുണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഈ ഒരു മാവിൽ ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങില്ലേ, അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയ വേറൊരു മാവ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കലാണ്, അടിച്ചു കൊടുക്കലാണ്. എന്നിട്ടിതാ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഞാനിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇറച്ചിപ്പത്തിരി എല്ലാം പറയും, നമ്മൾ ഇറച്ചിയട എന്നാണ് പറയൽ, കിട്ടും കേട്ടോ. ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗമെല്ലാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ട് 4 കട്ട് ചെയ്തിട്ടെല്ലാം ചെയ്തെടുക്കുക. പല ഷേപ്പിലും നമ്മളെ നാട്ടിൽ ഇത് ചെയ്തെടുക്കും കേട്ടോ. ഇത് കണ്ണൂർ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഉള്ളതാണ്. എന്നാലും നമ്മൾ കണ്ണൂരുകാർ അധികം നോമ്പിനും പണ്ടാലങ്ങളിലെല്ലാം വിരുന്നുകാർ വന്നതിനാലെല്ലാം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് കാണിക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ട് വന്നേരം ഈ ഇറച്ചിയടയില്ലേ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നില്ലേ, ഈ ഒരു ഇറച്ചിപ്പത്തിരി നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുമ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചൂടാക്കിയിട്ട് വെക്കുന്നത്. ഇനിയിപ്പം ഇത് നമ്മൾ ഫ്രൈ ആക്കും മുമ്പേ ഫ്രീസറിൽ നിന്ന് ഒരു 5 മിനിറ്റ് മുമ്പേ പുറത്ത് വെക്കണം കേട്ടോ, എന്നാലാണ് ഐസ് പോവുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയെടുക്കുക. ഇതില്ലേ ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ കാണിച്ച ഒരു വീഡിയോൻ്റെ ഭാഗം വന്നിട്ടാ. ഇത് എവിടെ നിന്നാണ് ഈ ഒരു അച്ഛൻ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതുപോലത്തെ പല ഷേപ്പിൽ കിട്ടും. അതില്ലാത്തവർ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും അടപ്പുണ്ടാവില്ലേ, അത് വെച്ചിട്ട് ചെയ്തെടുത്തോ. ഇതാകുമ്പം കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്നാക്ക് കാണിക്കാം. സെയിം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റിയില്ലേ, അതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കന് പൊടിച്ചതും മല്ലിയിലയും 2 വിസിൽ വരെ വേവിച്ച 2 ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചേർത്ത് കൊടുക്കലാണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഉള്ളി വഴറ്റിയിട്ടില്ലേ, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഫ്രൈ ആക്കി വെച്ച ചിക്കനും ഉരുളക്കിഴങ്ങ് ഒരു 2 വിസിൽ വരെ വേവിച്ചതും മല്ലിയിലയും മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കലാണ്. നമ്മൾ നേരത്തെ സെയിം ആ ഒരു
ഇറച്ചിയടക്കം ഉണ്ടാക്കിയ മസാലയില്ലേ, ഫില്ലിങ്ങില്ലേ, അത് സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാണ്ട് തന്നെ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമൊന്ന് ചേർത്ത് കൊടുത്തത്. ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചിക്കൻ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ എല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കിയ ചിക്കൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കാണ്ട് വേവിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ടെന്നേ. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ടില്ലേ നമ്മൾ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ഹാർഡാവണമെന്നുണ്ടെങ്കിൽ 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലോറിൽ മുക്കിയിട്ട്, മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റിൽ ഇങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ, എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പം. ഇതും എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് കട്ട്ലറ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം നല്ലോണം വെന്ത് ഉരുളക്കിഴങ്ങ് ചേർക്കാണ്ട് 2 വിസിൽ വരെ മാത്രം വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക. പിന്നെ കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് അധികം ചിക്കനെല്ലാം ഇട്ടിട്ട് ചെയ്യുമ്പോൾ കേട്ടോ കട്ട്ലറ്റെല്ലാം ടേസ്റ്റ് ഉണ്ടാവുക. കട്ട്ലറ്റിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കടലയില്ലേ, അത് ചേർത്ത് കൊടുക്കുക, ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ കട്ട്ലറ്റെല്ലാം ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല, ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിലോ സൂക്ഷിക്കുക, ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ ഒരു 10-15 ദിവസം വരെ സൂക്ഷിക്കുക. 10 ദിവസം മാക്സിമം നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം മതി കേട്ടോ. 10 ദിവസം വരെ ഇത് സൂക്ഷിക്കാൻ. റമദാൻ്റെ ടൈമെല്ലാം ഇതുപോലെ നമുക്ക് കുറേ ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഞാനിത് കഴിഞ്ഞ വർഷത്തെ റമദാൻ്റെ ടൈമിലും അതിന് മുമ്പുള്ള റമദാൻ്റെ ടൈമിലെല്ലാം ഇതുപോലെ ഒരുപാട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റിൻ്റെയും ഇറച്ചിയടേൻ്റെയും വീഡിയോ ഞാൻ ഒരു പാർട്ടി വ്ളോഗിൽ കാണിച്ചു തരാം. അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ആക്കിയത്. ഞാനിതാ ബോക്സിലാക്കി വെക്കലാണ്. ബോക്സിലാക്കി വെക്കുമ്പോഴേ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടല്ലേ സൂക്ഷിക്കുന്നത്, പൈസ പിടിക്കും സ്നാക്കിന്. അപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറായിട്ട് നമുക്ക് ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ ക്ലിം റാപ്പോ എല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറല്ലേ അത് വെച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഒരു 10 ദിവസം വരെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മളിത് ഫ്രൈ ആക്കാൻ പോകുമ്പില്ലേ ഫ്രീസറിൽ നിന്നും ഒരു 5 മിനിറ്റ് മുമ്പേ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട്, കട്ട്ലറ്റിന് ഇത്ര ഓയിൽ വേണ്ട. ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കുന്നില്ലേ, അതുകൊണ്ടാണ് എല്ലാ സ്നാക്സും ഫ്രൈ ആക്കണം എനിക്ക്, അതുകൊണ്ടാണ് ഇത്ര ഓയിൽ എടുത്തത് കേട്ടോ. പിന്നെ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ആക്കലാണ്. പിന്നെ ഇതെൻ്റെ റമദാൻ പ്രിപ്പറേഷൻസോ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുന്നതൊന്നുമല്ല കേട്ടോ. കാര്യം റമദാനെല്ലാവാൻ ഇന്നും കുറേ ദിവസങ്ങളുണ്ട് അത്രേ. പിന്നെന്താ, നമ്മൾ റമദാന് മുമ്പേ ഒരു ദിവസം മുമ്പേ എല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത്ര തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ. നമ്മളത് കുക്കിംഗ് വ്ളോഗല്ലേ, എന്താ പറയുക, ഞാൻ ചെയ്തത് കുക്കിംഗ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റും ഇറച്ചിയടെല്ലാം എല്ലാവരും ചോദിക്കുന്നുമുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഇതുണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ 2 ഭാഗം കുക്കായിട്ട് വന്നതിനാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുണ്ടില്ലേ, നമ്മൾ ഇത്ര അധികം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടും കട്ട്ലറ്റ് പൊട്ടിയിട്ടില്ല, ഒരു ഭാഗം പോലും പൊട്ടിയിട്ടില്ല. കാര്യം നമ്മളിത് കോൺഫ്ലോറിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും. സാധാരണ നമ്മൾ ഇത്ര ഓയിൽ കട്ട്ലറ്റ് ഫ്രൈ ആക്കി എടുക്കൂല. ഇതെൻ്റെ കയ്യിൽ ഓയിൽ ഉണ്ടായതുകൊണ്ട് രണ്ടാമതും കൂടി ഫ്രൈ ആക്കിയിട്ട് അങ്ങ് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് എന്താ പറയുക, എല്ലാ ഐറ്റംസ് വെച്ചിട്ടും, ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടും ഫിഷ് വെച്ചിട്ടും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. റെസിപ്പി കാണിക്കാം. ഞാനിപ്പം സ്പ്രിംഗ് റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതും എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കലാണ്. ഞാനിപ്പോൾ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി, കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയതും, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. ക്യാബേജ് കുറച്ച് അധികം എടുക്കുക, എന്നിട്ട് ക്യാരറ്റ് അതിന് കുറച്ച്
കുറവെടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇതിലേക്ക് നേരിയ രീതിയിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക, നിങ്ങളെ എരിവിന് ആവശ്യത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചാൽ ചിക്കനിലെ പൊടിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കിയെടുക്കുക. ഇത് നല്ലോണം കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മൾ കണ്ണൂരുകാർ മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. നോമ്പിൻ്റെ എല്ലാം ടൈം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും വിരുന്നുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആക്കി കൊടുക്കാനും പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാ ഞാൻ മൊസറല്ല ചീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്പ്രിംഗ് റോൾ ഷീറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ കുഴച്ചിട്ട് നമ്മൾ നേരത്തെ ഇറച്ചിപ്പത്തിരി റെഡിയാക്കിയില്ലേ ഇറച്ചിയട, അതുപോലെ നേരിയ രീതിയിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചിക്കൻ റോളെല്ലാം ചെയ്യുന്ന പോലെ മാവ് കലക്കിയിട്ട് ഒഴിച്ചിട്ടും ഇത് ചെയ്തെടുക്കുക കേട്ടോ. രണ്ടും അടിപൊളിയാണ്. പക്ഷേ ഇതാകുമ്പം ഏറ്റവും സിമ്പിളായി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും കുറച്ച് മൊസറല്ല ചീസും വെച്ച് കൊടുക്കലാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കലാണ്. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, എന്നാലും ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരെല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ്. കുറച്ച് മൈദയും വെള്ളം കൂടി മിക്സ് ആക്കിയതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. റമദാൻ്റെ ടൈം എല്ലാവരും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇനിയിപ്പോൾ ഇതും നമുക്ക് ബോക്സിലാക്കി വെക്കാം. നമുക്കിതുപോലെ നേരത്തെ നമ്മൾ കട്ട്ലറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്. ആദ്യം ഒരു ലെയർ വെച്ച് കൊടുക്കുക. പിന്നെയും ബട്ടർ പേപ്പറോ ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലിം റാപ്പോ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്ന ഐറ്റം ഒന്നല്ല. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റെല്ലാം മുമ്പേ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. ഫ്രൈ ആക്കും മുമ്പേ ഫ്രീസറിന്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ദിവസം വരെ സൂക്ഷിക്കുക. റമദാൻ്റെ ടൈമെല്ലാം പണികൾ ഒരുപാട് ഈസി ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ സ്പ്രിംഗ് റോളും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്യാബേജും ചിക്കൻ്റെ എല്ലാം ഫില്ലിംഗ് ആയിട്ട് നല്ല ചീസി ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പം അടുത്ത സ്നാക്ക് കാണിക്കാം. നമ്മൾ നേരത്തെ ഇറച്ചിപ്പത്തിരിക്ക് ഇറച്ചിയടക്കം ചെയ്തില്ലേ, സെയിം ആ മാവ് ഞാൻ ചപ്പാത്തി വലിപ്പത്തിൽ പരത്തിയിട്ട് അതിലും കുറച്ച് വലിപ്പത്തിലുള്ള അടപ്പ് വെച്ചിട്ട് പ്രസ്സാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കട്ട്ലറ്റിന് ചെയ്തില്ലേ, സെയിം അതുപോലെ തന്നെ അത് ഉള്ളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല പൗഡർ, കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെന്താ ഉരുളക്കിഴങ്ങ്, ബീഫ്. ഇത് ബീഫാണ് കേട്ടോ. ബീഫ് വേവിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കലാണ്. സെയിം നമ്മൾ ഇറച്ചിയടക്കെല്ലാം ചെയ്ത പോലെ. എന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ടാക്കിയത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവില്ലേ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നത്, അത് വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചിക്കൻ കാല് കോഴിക്കാല് സ്നാക്ക് എന്നെല്ലാം പറയൂലേ, ആ ഒരു സംഭവം കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം വെച്ചുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിപ്പിടിക്കും കേട്ടോ. പെട്ടെന്ന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഈ കാലിന് പകരം വെച്ച് കൊടുത്ത ആ ഒരു ഉരുളക്കിഴങ്ങില്ലേ ഫ്രഞ്ച് ഫ്രൈസിലെ, അത് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മൾ ആ ഒരു മാവിലെ ഇറച്ചിപ്പത്തിരിക്കെല്ലാം റെഡിയാക്കി വെച്ച ആ ഒരു മാവ്, അത് കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്, കുറച്ച് വലുപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്, കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വലിച്ചിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് കോഴിക്കാലിൻ്റെ ഷേപ്പിൽ ആ ഒരു ചിക്കൻ്റെ കാലിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പൊട്ടറ്റോ ഇല്ലേ, അത് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പം ഒരു മുട്ട, കുറച്ച് മൈദ, കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയതിലേക്ക് ഇത് മുക്കി കൊടുക്കാം. എന്നിട്ട് സെയിം നമ്മൾ കട്ട്ലറ്റെല്ലാം ചെയ്യൂലേ, അതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. മുട്ടയിൽ മാത്രം ചെയ്തിട്ടും കോട്ട് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. മൈദയിലാകുമ്പോൾ കുറച്ചുകൂടി ഒട്ടിപ്പിടിക്കും, അത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുണ്ടാക്കാനില്ലേ നല്ല രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഉള്ളിൽ ചീസിൻ്റെ ഫില്ലിങ് എല്ലാം ആയിട്ട് അടിപൊളിയാണ് കേട്ടോ.
ഇതും നമ്മൾ കണ്ണൂരുകാർ അധികം ഉണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ്. കണ്ണൂരുകാർ മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ അധികം നമ്മളെ ഭാഗത്തെല്ലാം പാർട്ടിയിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതും നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഒരു 10 ദിവസം വരെ സൂക്ഷിച്ചെടുക്കാൻ പറ്റും. റമദാൻ്റെ ടൈമെല്ലാം പണികൾ സിമ്പിളാക്കാൻ പറ്റിയ കുറച്ച് ഐഡിയാസാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതും ബോക്സിൽ ആക്കി വെക്കലാണ്. ഇതും നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഇതെല്ലാം കുറച്ച് അധികം ക്വാണ്ടിറ്റീന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ആദ്യത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലിം റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഫോയിലോ ബട്ടർ പേപ്പറോ വെച്ചിട്ട് അടുത്ത ലെയർ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ ഒരു 10 ദിവസം വരെ നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പീസ്, കല്ലുമ്മക്കായ, കൽമാസ്, കായട, എന്താ പറയുക, ഉന്നക്കായലില്ലേ, അതിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പേ ഉള്ള വീഡിയോസ് എല്ലാം ഒന്ന് ഇതുപോലെ നമുക്ക് അതെല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം കാണാത്തവരാണെങ്കിൽ അത് സെർച്ച് ചെയ്തോ. ഇർഫാന ഷംഷീർ കൽമക്കായ റെസിപ്പി, കൽമാസ് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതും നമുക്ക് കുറച്ചധികം ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. കാര്യം നമ്മൾ മൈദമാവ് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടില്ലേ. പിന്നെ മൈദമാവ് വെക്കാണ്ടും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കട്ലറ്റ് ചെയ്തില്ലേ, സെയിം അതുപോലെയും ചെയ്തെടുക്കുക. എന്നാലും നമ്മൾ ഈ ഭാഗത്തെല്ലാം അധികം ഇങ്ങനെ മൈദ കുഴച്ചിട്ട് ഈ ചിക്കൻ കാലി ഇങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കല്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചീസി ആയിട്ട് ഇത് പല ഫില്ലിങ് വെച്ചിട്ടും റെഡിയാക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണമെന്നോ ഇല്ലോ, നിങ്ങളെ ഐഡിയയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ്. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.